പലതിലും നല്ലതുപോലെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ കൈവിട്ടു പോകുന്ന പോലുള്ളൊരു ആശങ്കയാ. ഓരോ നിമിഷവും അടുത്ത നിമിഷം സമൃദ്ധ എൻ്റെ കൂടെ ഉണ്ടാവോ എന്നുള്ളൊരു ആദി എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കുക. ഒന്നിലും എനിക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ചായ. സമൃദ്ധ എവിടെയെന്ന് അതറിയണമെങ്കിൽ ഇനി പ്രശ്നം വെച്ച് നോക്കേണ്ടി വരും. മനസ്സിലായില്ല. അവൾ ഈയിടെയായിട്ട് എപ്പോഴും വീട്ടിന് പുറത്തല്ലേ? എപ്പ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എപ്പോ തിരിച്ചു വരും, ഇതൊന്നും ഇവിടെ ആരോടും പറയാറില്ല. ഞങ്ങളത് അറിയാറുമില്ല. എപ്പ നോക്കിയാലും സർക്കിട്ടാ. സ്വന്തം ആവശ്യങ്ങൾക്കായി പുറത്തു പോകാതെ എപ്പോഴും ഇതിനകത്ത് അടച്ചു മൂടിയിരിക്കണമെന്നാണ് നീ പറയുന്നത്? അടച്ചു മൂടിയിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോകുന്നതും വരുന്നതും അതെങ്ങോട്ടാണെന്നും ബാക്കിയുള്ളവര് കൂടി അറിയണ്ടേ? അത് ചോദിക്കാനും പറയാനും അറിയാനുള്ള ആള് ഇവിടെ വേറെ ഉണ്ട്. വെറുതെ നീ ഭ്രാന്ത് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കല്ലേ. പോയേ. ഓ, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അല്ലാതെ ചെയ്യുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കൂട്ടുനിൽക്കാൻ നിങ്ങളെപ്പോലെ ചിലരും ഉണ്ടല്ലോ. ഇനി നീ ഇവിടെ നിന്നാ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മര്യാദയ്ക്ക് ആത്തോടി പോൻ. അളിയ എന്റെ പെങ്ങളൊക്കെയാ, കാര്യം ശരി തന്നെ. പക്ഷേ ഇതെന്ത് സ്വഭാവം അളിയ? സമൃദ്ധയോട് ഇവക്ക് വല്ലാത്ത അസൂയാണെന്ന് എനിക്ക് തോന്നുന്നു. താനെവിടെയായിരുന്നു? ഗൂഗിൾ വന്നിട്ട് അധികം നേരമായോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും ഈ വീട്ടിലിങ്ങനെ അടച്ചുമൂടി ഇരിക്കരുതെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണമെന്നും ഗൂഗിൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളേ? അല്ല, ഗൂഗിൾ എന്താ ഇപ്പൊ ഇക്കാര്യം എന്നോട് എടുത്തു ചോദിച്ചേ? ഇതുവരെ ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരിയാ. പക്ഷേ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒരു മനസ്സമാധാനത്തിന്. വെറുതെ ടെൻഷൻ അടിച്ച് മനുഷ്യൻ മരിക്കണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എരുതിയിൽ ശിശിര എണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഒരു ദിവസം അർച്ചനയ്ക്ക് തിരിച്ചു പോയേ പറ്റൂ. ഈ വീട്ടിലെ എല്ലാ സന്തോഷവും അതോടെ ഇല്ലാതാവും.